നമ്മൾ നോർമൽ സ്റ്റോപ്പ് ലോസിനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, TSL, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. എന്താണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് നോക്കാം. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ആവുന്നു. ആ രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടേക്ക് പ്രോഫിറ്റും ഉണ്ടാവും അല്ലേ. നമ്മൾ ഫോറക്സിലാണെങ്കിൽ ഗോൾഡിൽ ഒരു സ്ട്രാറ്റജി പഠിച്ചു. അതിനകത്തും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ പ്രത്യേകത, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്ന അപ്സൈഡിലേക്ക്, ഏത് പാറ്റേണിലായിരിക്കും, ഹയർ ഹൈ ഹയർ ലോ അല്ലേ. ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബൈ സൈഡാണിത്. അപ് ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാനിവിടെയാണ് എൻട്രി എടുത്തത് എന്ന് കരുതുക. ഇവിടെയാണ് എൻ്റെ എൻട്രി. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എന്ത് ചെയ്തത്, എൻട്രി എടുത്തതെന്ന് കരുതുക. സ്വിംഗ് ലോയിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഈ കാണുന്ന തൊട്ടടുത്ത സ്വിംഗ് ലോ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യത്തില്ല. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ എന്ത് സെറ്റ് ചെയ്യത്തില്ല, ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യത്തില്ല. സ്റ്റോപ്പ് ലോസ് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. എൻ്റെ എൻട്രി ഈ ഒരു പോയിന്റിൽ പ്ലേസ് ആയി, സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ലെവലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നു, പ്രോഫിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ഹൈ ഹയർ ലോ, ഒരു പുൾ ബാക്ക് താഴേക്ക് കിട്ടിയത് കണ്ടോ. ഈ പുൾ ബാക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുക.